Hi students, കോർഡിനേഷൻ കെമിസ്ട്രിയിലെ മറ്റൊരു തിയറിയായ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ലിഗാൻഡ്സ്, ഇപ്പം പി പൈ ആണോ, ഡി പൈ ബോണ്ടിങ് ആണോ, അത് തരുന്ന ലിഗാൻഡ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസും പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി? നമ്മൾ പറഞ്ഞു CFT പറഞ്ഞപ്പോൾ ദി ബോണ്ട് ബിറ്റ്വീൻ മെറ്റൽ അയോൺ ആൻഡ് ദി ലിഗാൻഡ് ഇസ് പ്യുവർലി അയോണിക്, അല്ലെങ്കിൽ എന്താണ്, പ്യുവർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി മെറ്റൽ ആറ്റം ആൻഡ് ദി ലിഗാൻഡ് ആണ് എന്ത് CFT നമ്മൾ പറഞ്ഞത് മൊത്തം. ആ ഒരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ തിയറി ഫുള്ള് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്താണ്, പല പ്രോപ്പർട്ടീസും, അതായത് മെറ്റൽ അയോണിന്റെ ഓർബിറ്റലും ലിഗാൻഡ് ഓർബിറ്റലും തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുന്ന പല ഫിസിക്കൽ പ്രോപ്പർട്ടീസും നമുക്ക് എന്താണ് ഈ CFT വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ്ട് വന്നു. അത് എന്തുകൊണ്ട്, നമുക്ക് അവിടെ കോവലന്റ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് നമുക്ക് പല പ്രോപ്പർട്ടീസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു തിയറി മാറി മറ്റൊരു തിയറി ഡെവലപ്പ് ആവുന്നത് എന്തുകൊണ്ടാണ്? തൊട്ട് മുമ്പുള്ള തിയറിയുടെ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെയും അത് തന്നെ, CFTയുടെ എന്താണ് ലിമിറ്റേഷൻസ്, ഫെയിലിയേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് MO തിയറി വന്നത്. MO തിയറിക്കകത്ത് അപ്പോൾ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്തു, അയോണിക് ക്യാരക്ടറും എന്താണ് കൊവാലന്റ് ക്യാരക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് എന്ത് MO തിയറി എന്ന് പറയുന്നത്. അതായത് ലിഗാൻഡ് ഇന്ററാക്ഷനും മെറ്റൽ ഓർബിറ്റൽ ഇന്ററാക്ഷനും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. അതിന്റെ ബോണ്ടിങ്ങിന്റെ കേസിൽ രണ്ട് ഓർബിറ്റൽ ഇന്ററാക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള റിസൾട്ട്, അല്ലെങ്കിൽ എന്താ അറ്റോമിക് ഓർബിറ്റൽസിന്റെയും എന്താണ് മോളിക്കുലർ ഓർബിറ്റൽസിന്റെ മെറ്റൽസിന്റെ ഓർബിറ്റലിന്റെയും കൂടെ ഉള്ള ഇന്ററാക്ഷൻ കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇതിനകത്ത് നമുക്കറിയാം മെറ്റൽ അയോണിന് 9 വാലൻസ് ഓർബിറ്റൽസ് ഉണ്ട്. നിങ്ങൾ കോമൺ ആയിട്ട് എടുക്കാതെ ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എടുത്താൽ നമുക്കറിയാം അവിടെ എന്താണ് 3D, 4s, 4p, ഇതാണ് വാലൻസ് ഓർബിറ്റൽസ് അല്ലേ. നമുക്ക് ഡിയിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ് ഉണ്ട്. എസിൽ 1, പിയിൽ 3, അങ്ങനെ ടോട്ടൽ 9 വാലൻസ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഒരു മെറ്റൽ അയോണിന്റെ കേസിലുള്ളത് അല്ലേ. ആ ഓർബിറ്റൽസ്, അപ്രോപ്രിയേറ്റ് എനർജി ഉള്ള ഓർബിറ്റൽസ് എന്ത് ചെയ്യും? ബോണ്ടിങ് ഇന്ററാക്ഷനിൽ ഏർപ്പെടും. ആരുമായിട്ട്? ലിഗാൻഡിന്റെ അറ്റോമിക് ഓർബിറ്റൽസുമായിട്ട്. നമ്മുടെ ഈ മെറ്റലിന്റെ അറ്റോമിക് ഓർബിറ്റൽ നമ്മൾ എപ്പോഴും പറഞ്ഞ എന്താണ്, ഏകദേശം ഒരേ എനർജി ഉള്ള ഓർബിറ്റൽസുമായിട്ട് എന്ത് ചെയ്യും? ഒരു ബോണ്ടിങ് ഇന്ററാക്ഷനിൽ ഏർപ്പെടും. അപ്പോൾ ഈ MOT എന്താണ്, എപ്പോഴും ജോമെട്രി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതായത് എന്താണ്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്, ആ ഓരോ കോംപ്ലക്സിലെ ഈ ലിഗാൻസിന്റെ അപ്രോച്ച് അല്ലെങ്കിൽ ലിഗാൻസിന്റെ അറേഞ്ച്മെന്റ്, അതൊക്കെ വെച്ചിട്ടാണ് അവരുടെ എങ്ങനെയാണ് ആ MOT അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈലി ഡിപ്പെൻഡ് ഓൺ ദി ജോമെട്രി ഓഫ് ദി കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ ഈ MOT എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്, സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന്റെ ഒക്കെ കേസ് നമുക്ക് ഈ MOT വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? MOTയുടെ ഫീച്ചേഴ്സ് നോക്കാം. The atomic orbitals of the metal and the surrounding ligands combine to form new orbitals known as molecular orbital. നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞപ്പം പറഞ്ഞു അല്ലേ, അതായത് എന്താണ്, ഈക്വൽ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻസ് ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, അറ്റോമിക് ഓർബിറ്റൽ, മെറ്റലിന്റെ അറ്റോമിക് ഓർബിറ്റലും ലിഗാൻസിന്റെ ഓർബിറ്റൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂ സെറ്റ് ഓഫ്, അതായത് ന്യൂ ഫോം ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാകും. ആ ഓർബിറ്റൽസിനെ പറയുന്ന പേരാണ് എന്ത്? മോളിക്കുലാർ ഓർബിറ്റൽ. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻസ് ടു ഫോം എന്താണ്? മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ഇനി എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും തന്നെ എന്തും ഉണ്ടാകുന്നുണ്ട്? മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ദി നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ദി സെയിം ആസ് ദാറ്റ് ഓഫ് ദി നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ്. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തോ അത്രയും തന്നെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. The additive overlap results in the bonding molecular orbital, while the subtractive overlap results in the antibonding overlap. നമ്മൾ ഇത് ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞാൽ psi1 plus psi2 ആണെങ്കിൽ അതെന്താണ്? ബോണ്ടിങ് ഇന്ററാക്ഷൻ ആണ്. psi1 minus psi2 ആണെങ്കിൽ അതെന്താണ്?
ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ആണ് അല്ലേ. അപ്പം അഡിറ്റീവ് ഇന്ററാക്ഷൻ ആണെങ്കിൽ, അഡിറ്റീവ് ഓവർലാപ്പ് ആണെങ്കിൽ അത് എന്താണ്, ബോണ്ടിങ് ഓവർലാപ്പും. അതല്ല സബ്ട്രാക്റ്റീവ് ഓവർലാപ്പ് ആണെങ്കിൽ അത് എന്തായിരിക്കും, ആന്റി ബോണ്ടിങ് ഓവർലാപ്പും ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഈ കോംപ്ലക്സിന്റെ കേസിൽ മാത്രമല്ല, കോമൺ ആയിട്ട് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ ഫീച്ചേഴ്സ് ആണ്. The energy of bonding molecular orbital is lower than their non-bonding counterparts. ഇപ്പം നമ്മളൊരു ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ നോൺ ബോണ്ടിങ് ആണ് ഇതെങ്കിൽ അതിനേക്കാളും എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും എന്തിൻ്റെ എനർജി, ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ എനർജി. എപ്പോഴും ഈ നോൺ ബോണ്ടിങ് പാർട്ടിനെക്കാട്ടിൽ കൂടുതലായിരിക്കും എന്ത്, ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ എനർജി. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ആന്റി ബോണ്ടിങ് എന്താണ്, ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിരിക്കും. ഇനി നോൺ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ സെയിം എനർജി ആയിരിക്കും. നമ്മൾ ഒരു മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നോൺ ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ എനർജി സെയിം ആയിരിക്കും. എന്താണ്, ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ എനർജി നോൺ ബോണ്ടിങ്ങിനെക്കാട്ടി കുറയും. അതേസമയം ആന്റി ബോണ്ടിങ്ങിന്റെ എന്താവും, നോൺ ബോണ്ടിങ് ഇലക്ട്രോ ഓർബിറ്റൽസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ എനർജി. ഇനി അയോണിക് ക്യാരക്ടർ എങ്ങനെ പറയാം, അതായത് നമുക്കൊരു പറയാം കോവാലന്റ് ബോണ്ടാണ്. കാരണം എന്താണ്, ലിഗാൻഡ്സ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ കോവാലന്റ് ബോണ്ടാണ്. അതിൽ അയോണിക് ക്യാരക്ടർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഡിഫറൻസ് ഇൻ ദി എനർജി ഓഫ് കമ്പൈനിങ് ഓർബിറ്റൽസ്. അതായത് നമ്മളുടെ മെറ്റൽ ഓർബിറ്റൽസും നമ്മളുടെ എന്താണ് ലിഗാൻഡ് ഓർബിറ്റൽസും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ അയോണിക് ക്യാരക്ടർ പറയുന്നത്. ഇനി അതായത് ദി എനർജി ഓഫ് ദി മോളിക്കുലർ ഓർബിറ്റൽ ഈസ് കമ്പാരബിൾ ദാറ്റ് to an atomic orbital, it will not be very much difference in nature from the atomic orbital. അതായത് നമ്മൾ ഉണ്ടായ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടായെന്നിരിക്കട്ടെ, അതിന്റെ എനർജി അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ഏകദേശം അടുത്താണെങ്കിൽ എന്തായിരിക്കും, ഈ മോളിക്കുലർ ഓർബിറ്റലിന് എന്താണ് വലിയ ഡിഫറൻസ് ഒന്നും കാണില്ല നമ്മുടെ അറ്റോമിക് ഓർബിറ്റലുമായിട്ട്. അതായത് ഇവർ തമ്മിൽ ഏകദേശം ഒരേ എനർജിയാണ്, ഫോം ചെയ്തേക്കുന്ന ഓർബിറ്റലും നമ്മുടെ അറ്റോമിക് ഓർബിറ്റലിന് ഏകദേശം ഒരേ എനർജി ആണെങ്കിൽ ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവുകയില്ല. ഇനി നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെയാണ് MO തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ നമുക്കറിയാം ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ എത്ര ലിഗാൻഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ബോൺസ് ഫോം ചെയ്യുന്നു, അവിടെ 6 ബോൺസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് മെറ്റൽ സെന്ററും എന്താണ് 6 സിഗ്മ ഡോണർ ലിഗാൻഡ്സും കൂടെ എന്താണ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടാണ് നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഉണ്ടാവുന്നത്. അതിൽ ഈ സിഗ്മ ഡോണർ ലിഗാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് 2 ഇലക്ട്രോൺസുമായിട്ട് വരുന്നവരായിരിക്കും അല്ലേ. അവര് എവിടേക്ക് കൊടുക്കും, ടു ദി ഡി ഓർബിറ്റൽസ് ഓഫ് ദി മെറ്റൽ. നമ്മൾ VB തിയറി പറഞ്ഞപ്പോൾ പറയുന്നത് ഡി ഓർബിറ്റൽസ് ഓഫ് ദി മെറ്റലിലേക്കാണ് ഈ ഇലക്ട്രോൺസിനെ അവർ ഡൊണേറ്റ് ചെയ്യുന്നത്. മെറ്റലിനകത്ത് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഓർബിറ്റൽസ് ഏതാണ്, നമ്മൾ പറഞ്ഞു ND, N+1p, N+1s ആണെന്ന്. അതായത് ഇപ്പം എന്താണ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് ആണെങ്കിൽ 3D, 4s, 4p ആണെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ 3D എടുത്തു, നമുക്ക് എന്താ മൊത്തം കൂടി 9 ഓർബിറ്റൽസ് ഉണ്ട് ഇവിടെ അല്ലേ. പക്ഷെ നമുക്ക് ബോണ്ടിങ്ങിനായിട്ട് 6 ഓർബിറ്റൽസ് മതി. അതായത് ഈ ഡിയിലെ dx² - y² dz² മാത്രമേ ഇവിടെ പിന്നെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുള്ളൂ. ഈ സിഗ്മ ബോണ്ടിങ് ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിൽ ഏർപ്പെടുള്ളൂ, ഈ മിക്സിങ്ങിൽ. നമുക്കറിയാം ഇന്റർമിക്സിംഗ് അല്ലേ, ഈ അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അപ്പം ആ കോമ്പിനേഷനിൽ ഡി ഓർബിറ്റൽസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് MO തിയറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡി ഓർബിറ്റൽസ് ഏതൊക്കെയാണ് dx² - y² dz² ആണ്. അവരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. dxy, dxz, dyz ഇവരെന്താണ് നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനും ഒരു റീസൺ ഉണ്ട്. നമുക്കറിയാം dx² - z²ന്റെയും എന്താണ് dx² - y² dz² ഷേപ്പ് നമുക്കറിയാം. ഇതെന്ന് വെച്ചാൽ ആക്സിസിൽ തന്നെയല്ലേ. അപ്പം നമുക്കറിയാം അതുപോലെ എന്താണ് നമ്മളൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എടുത്താലും ലിഗാൻഡ്സ് എവിടെയാണ്, ആക്സിസിലോടാണ് എടുക്കുന്നത് അല്ലേ. XYZ ആക്സിസിലോട്ടാണ് നമ്മുടെ ലിഗാൻഡും അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൽ നോക്കിയേ നമുക്കറിയാം ഈ 2 ഓർബിറ്റൽസ് മാത്രമേ ആ ആക്സിസുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് അവിടെ മാത്രമേ ഇപ്പം കറക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ നടക്കുന്നുള്ളൂ. ലിഗാൻഡ് ഓർബിറ്റൽസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഓർബിറ്റൽസിന് മാത്രമേ കറക്റ്റ് ഒരു ഓവർലാപ്പിംഗ് പോസിബിൾ ആയിട്ട് വരുള്ളൂ. അതേസമയം നമ്മൾ dxyയോ dxz ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയതുകൊണ്ട് ഈ അറ്റോമിക് ഓർബിറ്റൽസിന് വന്ന ഒരു കറക്റ്റ് ഓവർലാപ്പിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന 3 ഓർബിറ്റൽസ് എന്തായി മാറുന്നത്, നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്.
Then the ligands approach the metal along the x, y and z axis in such a way that their sigma symmetry orbitals form bonding and antibonding combinations with the metal s orbitals. അതായത് നമുക്കറിയാം s orbitals ഒരു s ഓർബിറ്റൽ എന്താണ് 3 p ഓർബിറ്റൽ. ഇതെല്ലാം എന്താണ് ആക്സിൽ തന്നെ ഉള്ളതാണ് അല്ലേ. 3 p ഓർബിറ്റൽസ് ആൻഡ് 2 d ഓർബിറ്റൽ. dz2 ഉം dx2 മൈനസ് y2 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബോണ്ടിങ് ഇന്ററാക്ഷനിലേക്ക് ഏർപ്പെടുന്നത്. അങ്ങനെ 6 നമ്മൾ പറഞ്ഞു ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതാണ് 6 എന്താണ് ബോണ്ടിങ് ഓർബിറ്റൽസും അതുപോലെ തന്നെ 6 ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ഫോം ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ ഗ്രൂപ്പ് തിയറി വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഡെസിഗ്നേഷൻസ് പഠിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഓർത്ത് വെക്കുക. നമ്മൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് T2G EG ആയിട്ട് മാറി. T2G ട്രിപ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് T2G. അതിവിടെ വരുന്നില്ല. ഇവിടെ എന്താണ് അത് നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കുന്നു. EG എന്ന് പറയുമ്പോൾ ഏതാണ് dx2 മൈനസ് y2 ഉം dz2 അടങ്ങുന്നതാണ് എന്ത് EG ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി S നമുക്ക് അത് പറയാം S സ്പെറിക്കലി സിമെട്രിക്കൽ ആണ്. അത് A1G ആണ് അതിന്റെ എന്ത് ഗ്രൂപ്പ് തിയറി ആയിട്ടുള്ള നൊട്ടേഷൻ ആണ് A1G. PX PY PZ നമുക്ക് T1U എന്ന് പറയാം. ബാക്കി നമ്മൾ പറഞ്ഞ ട്രിപ്ലി ഡിജിനേറ്റ് ആണ് എന്താ T2G. ഈ രീതിയിലാണ് ഓരോ ഓർബിറ്റൽസിന്റെയും ഡെസിഗ്നേഷൻ സിമെട്രി ഡെസിഗ്നേഷൻസ് ആണിത്. ഇത് ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ MOT ഡയഗ്രാം വരയ്ക്കുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതെന്താണ് 3D എന്താണ് EG പ്ലസ് T2G ആണ് 3D. എസിനെ നമുക്ക് A1Gയും 4PA എന്താണ് T1U എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നു. അങ്ങനെയാണ് 9 ഓർബിറ്റൽസ് 1 2 3 4 5 6 7 8 9 അല്ലേ. അങ്ങനെ മെറ്റലിന്റെ 9 ഓർബിറ്റൽസും ലിഗാൻഡ് ഇപ്പൊ എന്താണ് നമ്മൾ ഇപ്പൊ NH3 ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇപ്പം CO NH3 6 times 2+ ആണ് എങ്കിൽ ഇതാണ് നമ്മളുടെ കോംപ്ലക്സ് എങ്കിൽ ഈ രീതിയിൽ വരും എന്ത് അതിന്റെ അറേഞ്ച്മെന്റ്. നമുക്കറിയാം NH3 ആകുമ്പോൾ എന്താണ് അമോണിയ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും അതിന്റെ എല്ലാ ലോൺ പെയർ ഇരിക്കുന്ന ഓർബിറ്റൽസ് എന്താണ് sp3 ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക ഈ 6 എന്താണ് sp3 എന്ന് ഓർക്കുക. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ സിമെട്രി ഓപ്പറേഷൻസ് സിമെട്രി എന്താണ് നൊട്ടേഷൻ ഓർത്തില്ലേലും 6 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നു. അന്നേരം A1G നമുക്ക് സ്പെറിക്കൽ നമുക്ക് S എന്ന് പറയുന്നത് സ്പെറിക്കലി സിമെട്രിക് ആണ് അല്ലേ. ഈ A1Gയും ഈ ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു A1G മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. ഇതെന്താണ് അറ്റോമിക് ഓർബിറ്റൽസ് ആയിരുന്നു. ഇവിടെ എന്താണ് A1Gയും ഈ ലിഗാൻഡ് ഓർബിറ്റലിൽ എന്താണ് അറ്റോമിക് ഓർബിറ്റലിലൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു A1G മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താ EG ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് എന്തുണ്ടാകുന്നു EG മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. ഇവിടെ T1U മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകും. നിങ്ങൾ ഹ്യൂഹി ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയഗ്രാം കുറച്ച് വ്യത്യാസമുണ്ട്. EGക്കാണ് T1Uനെക്കാട്ടിൽ എനർജി കൂടുതൽ. നിങ്ങൾ ഹ്യൂഹി നോക്കിക്കഴിഞ്ഞാൽ A1G ആണ് ഏറ്റവും കുറവ്. പിന്നെന്താണ് T1Uനാണ് മോളിക്കുലർ ഓർബിറ്റലിനാണ് എനർജി വ്യത്യാസം വന്നത്. ഇതെന്ന് വെച്ചാൽ നെറ്റിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. നിങ്ങൾ ഹ്യൂഹിയുടെ ടെക്സ്റ്റ് പക്ഷെ അത് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. കാരണം ഇതെല്ലാം ഫില്ലായി പോകുന്നത് കൊണ്ട് ഇവിടെ ഈ ഒരു വേരിയേഷൻ അത് വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് ചിലപ്പോൾ ഹ്യൂഹി വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ തെറ്റാണല്ലോ എന്നൊരു തോന്നൽ വരണ്ട. അവിടെ ആ ഹ്യൂഹിക്കകത്ത് പല ടെക്സ്റ്റുകളിൽ പല രീതിയിൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ബോണ്ടിങ് ഇന്ററാക്ഷൻ അധികം വരാത്തത് കൊണ്ടാവാം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. വലിയ ഡിഫറൻസ് തമ്മിൽ വന്ന് കാണില്ല, അതുകൊണ്ടാവാം. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നമുക്കറിയാം ഇപ്പൊ 4Sഉം 4P ഒക്കെ എടുക്കുമ്പോൾ ഇത് 4P ആണ് T1U. അപ്പം അതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് ഈ ഹൺസ് റൂൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് 4S 3D 4P ആണ്. ആ ഒരു ഡിഫറൻസ് കൊണ്ടാവാൻ ചിലപ്പോൾ ഇവിടെ എന്താ T1U ഇച്ചിരി ഹയർ എനർജി വന്നത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. എന്താണ് നമ്മളുടെ A1G S ഓർബിറ്റലും EG ഓർബിറ്റലും T1U P ഓർബിറ്റലും എന്താണ് ബോണ്ടിങ് ഇന്ററാക്ഷനിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ബോണ്ടിങ് ഇന്ററാക്ഷൻ ഏർപ്പെട്ടിട്ട് എന്തുണ്ടാവുന്നു ഇത്രയും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. നമ്മൾ പിന്നെ ആദ്യമേ പറഞ്ഞു T2G എന്ന് പറയുന്നത് എന്താണ് അത് നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കുന്നു. അതിന് സെയിം എനർജി തന്നെയാണ് അല്ലേ. മറ്റേ എന്താണ് എനർജി കുറഞ്ഞു. ഇനി അടുത്ത വരുന്ന എല്ലാം എന്താണ് ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ ആണ് അല്ലേ. ആന്റി ബോണ്ടിങ് ഇന്ററാക്ഷൻ വരുമ്പോൾ
EG സ്റ്റാർ നമ്മൾ CFT പഠിച്ച എന്താണ് T2G EG എന്നാണ് പഠിച്ചത്. ഇവിടെ എന്താണ് EG സ്റ്റാർ, ഇവിടെ ആന്റി ബോണ്ടിങ് സ്ലൈറ്റ്ലി ആന്റി ബോണ്ടിങ് ആയിട്ടാണ് EG നിൽക്കുന്നത്. അപ്പം EG സ്റ്റാർ വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് A1 സ്റ്റാർ G, അതായത് അതിന്റെ ആന്റി ബോണ്ടിങ് വന്നു. T1 സ്റ്റാർ U, അതായത് T1U ന്റെ ആന്റി ബോണ്ടിങ് വന്നു. ഇതാണ് ഇതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പോലെ തോന്നും. അതായത് T2Gയും EGയും ഈ ഡിഫറൻസ് ആണ് ഡെൽറ്റ ഒ എന്ന് പറയുന്നത്. ഡെൽറ്റ ഒ എന്ന് പറയുന്നത് എന്താണ് T2Gയും EG സ്റ്റാറും നമ്മുടെ മോളിക്കുലർ തിയറിയിൽ എന്താണ് T2Gയും EG സ്റ്റാറും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് എന്ത് നമ്മൾ ഡെൽറ്റ ഒ ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. നമുക്കറിയാം ഇവിടെ എന്താ ഓരോ അമോണിയയും എന്താണ് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് 2 ഇലക്ട്രോൺസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമുക്കറിയാം CO2+ ആണല്ലേ. CO2+ ആവുമ്പം അതിന്റെ ഔട്ടർ ഇലക്ട്രോൺസിൽ എത്ര ഇലക്ട്രോൺസ് ആ ഉള്ളത്? CO2+ വരുമ്പോൾ എത്ര വരും? D7 ആണ് ഇലക്ട്രോൺസ് അല്ലേ. D7 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. 2+ എല്ലാം കൂടെ 3+ എടുക്കാം. അപ്പൊ എന്താണ് D6 ഇലക്ട്രോൺസ് വരുന്നു അല്ലേ. D6 ഇലക്ട്രോൺസ്. അപ്പം ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആയി? ഇപ്പം മെറ്റലിന്റെ 6 ഇലക്ട്രോൺസും ഇവിടെ എത്രയാണ് 12 ഇലക്ട്രോൺസും. ടോട്ടൽ എത്രയാണ് 18 ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണം. ആ 18 ഇലക്ട്രോൺസ് എങ്ങനെയാ ഫില്ല് ചെയ്യുക? One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി എവിടെയാണ് 13, 14, 15, 16, 17, 18. അപ്പോൾ എന്താണ് 18 ഇലക്ട്രോൺസ് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഈ കോംപ്ലക്സിന്റെ ഏതിന്റെയും ഡയഗ്രാം ഇതുപോലെയാണ്. ഫില്ലിംഗ് എങ്ങനെയാണ് നോക്കേണ്ടത്? മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുക, അതിലെ ഇലക്ട്രോൺസ് നോക്കുക, ഈ ലിഗാൻസിന്റെ ഇലക്ട്രോൺസിന്റെ നമ്പർ നോക്കുക. അത് 12 ആയിരിക്കും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആകുമ്പോൾ. അതെന്ത് ചെയ്യുക? ഇതുപോലെ ഫില്ല് ചെയ്യുക. നമുക്ക് ഈ കോംപ്ലക്സ് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് എല്ലാം പെയർഡ് ആണ് അല്ലേ. എല്ലാം പെയർഡ് ആയതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ഈ ഡെൽറ്റ ഒ വാല്യൂ നമ്മൾ CFT പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡെൽറ്റ ഒ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ ഒ വാല്യൂ ആണ് പെയറിംഗ് എനർജിയെക്കാട്ടിൽ കൂടുതലെങ്കിൽ എന്തായിരിക്കും? ഇവിടെ പെയറിംഗ് നടക്കും. അപ്പം നമുക്കറിയാം CO3+ന്റെ കേസിൽ നമുക്കറിയാം COF6 3- ഒഴികെയുള്ള ബാക്കി എല്ലാ കോംപ്ലക്സും എന്താണ് ലോ സ്പിൻ ആണ്. അതെന്തുകൊണ്ടാണ്? ഈ ഡെൽറ്റ ഒ എനർജി കൂടുതലായതുകൊണ്ട്. അപ്പം ഇവിടെ എന്ത് വന്നു? എല്ലാം പെയർഡ് ആയി ഈ കോംപ്ലക്സ്. അപ്പം നമുക്ക് ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയാൻ പറ്റും MO തിയറി വെച്ച്. നമുക്കിവിടെ എന്താണ് കറക്റ്റ് CFT പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതല്ല COF6 3- ആണെന്നിരിക്കട്ടെ. ആ കേസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ പെയറിംഗ് നടക്കത്തില്ല. അതിന് പകരം എങ്ങോട്ട് പോകും? പെയറിംഗ് നടക്കാതെ 1, 2, 3, 4, 5, 6 ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഇലക്ട്രോണിക് റെപ്രസെന്റേഷൻ. ആ സമയത്ത് ഇവിടെ എന്താണ് അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് COF6 3- കേസ് വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കും. അപ്പം ഈ രീതിയിലാണ് നമ്മളൊരു ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ നടത്തേണ്ടത്. The electrons may now be added to the molecular orbitals of the complex in order of increasing. നമ്മൾ എനർജി വെച്ചിട്ട് എന്താണ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി വെച്ചിട്ട് നമ്മൾ ഈ ഇലക്ട്രോൺസിനെ എല്ലാം അറേഞ്ച് ചെയ്തു. ഇനി both MOT and CFT account for the magnetic moment and spectral properties of octahedral complex on the basis of two sets of orbitals separated by the energy gap delta O. ഞാൻ പറഞ്ഞു T2Gയും EG സ്റ്റാറും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് പറയുന്നത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ അതിന്റെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ആണെങ്കിലും മാഗ്നറ്റിക് മൊമെന്റ്സ് ആണെങ്കിലും ഒക്കെ പറയുന്നത്. മറ്റേ CFT വരുമ്പോൾ എന്തായിരുന്നു വ്യത്യാസം? T2Gയും EGയും ആണ്. ഇവിടെ എന്താണ് EG സ്റ്റാർ, അത് മാത്രം ഓർത്തിരിക്കുക. ഇവിടെയും ഇത് തന്നെ ഡെൽറ്റ ഒ കൂടുതലാണ്, പെയറിംഗ് എനർജിയെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ലോ സ്പിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഡെൽറ്റ ഒ ലെസ് ദാൻ പെയറിംഗ് എനർജി ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ എന്തായിരിക്കും? ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനുള്ള എക്സ്പ്ലനേഷനും കറക്റ്റ് ആയിട്ട് കിട്ടും. പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. The energy gap is greater than pairing energy, low spin complexes will be formed. But if the pairing energy is greater than that of the energy gap, the high spin complex will form. ഇനി സെക്കൻഡ് ക്ലാസ് ആണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്. ഇതിനകത്ത് നമുക്കറിയാം എന്താണ് നമ്മൾ പഴയ പറഞ്ഞ പോലെ തന്നെയാണ്
ഇവിടെ പക്ഷേ എന്താണ് 4 സിഗ്മ ഡോണർ ലിഗാൻസേ വരുന്നുള്ളൂ അല്ലേ? ഇവിടെ 4 സിഗ്മ ഡോണർ ലിഗാൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഏർപ്പെടുന്ന എന്താണ് ഓർബിറ്റൽസ് ഇതൊക്കെയാണ്. S A1 G എന്ന് പറയത്തില്ല. എന്താണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന് ജിയും യുവും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അത് സെൻട്രോസിമെട്രിക് മോളിക്യൂൾ അല്ലാത്തത് കൊണ്ട് ജെറേഡ് അൺജെറേഡ് റെപ്രസെന്റേഷൻ ഒന്നും ടെട്രാഹെഡ്രൽ മോളിക്യൂളിനില്ല. അപ്പം നമ്മൾ എല്ലാ ജിയും യു ഒക്കെ ഒഴിവാക്കിയ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. ടെട്രാഹെഡ്രൽ കേസ് വരുമ്പോൾ എന്താണ്? എസിനെ A1 ഉം PX PY PZ നെ T2, DXY DXZ DYZ നെ T2, അതുപോലെ DX² - Y² ഉം DZ² ഉം E എന്ന ടേമിലുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ MO തിയറി ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതായത് ഇവിടെ എന്താ T2 സെറ്റ് ഫ്രം ദി മെറ്റൽ ആൻഡ് ലിഗാൻഡ് ഇന്ററാക്ട് ക്രിയേറ്റ് 3 ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. T2 സെറ്റ്സ് ഇവിടെ നോക്കൂ. നമുക്കറിയാം മെറ്റലിന്റെ കേസിലുണ്ട് T2, അതുപോലെ തന്നെ എന്താണ് ലിഗാൻഡിനും T2 ഉണ്ട്. ആ T2 സെറ്റ് എന്താണ്? ഈ T2 ഓർബിറ്റൽസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നോക്കൂ. ഇതിന്റെ പിക്കും T2 ആണ് അല്ലേ? അപ്പൊ ആ പിയിലെ T2 ഉണ്ട് ഇന്റർമിക്സിംഗ് ആണ്. പിയിലെ T2 ഇന്റർമിക്സ് ചെയ്യുന്നുണ്ട്, ഡിയിലെ T2 ഇന്റർമിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിഗാൻഡിന്റെ ഇന്റർമിക്സ് കൂടെ ചെയ്തിട്ട് എന്താണ് 3 T2 ബോണ്ടിങ് ഓർബിറ്റൽസ് ഉണ്ടായി അല്ലേ? ഇനി S ഓർബിറ്റലിലെ A1 സിമെട്രിയും ഇവിടുത്തെ ലിഗാൻഡിലെ എന്താണ് ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്ത് A1 ജോമെട്രിയിലുള്ള ഒരു ബോണ്ടിങ് ഓർബിറ്റലും ഫോം ചെയ്തു. അപ്പൊ നമുക്ക് 4 മതി, ടോട്ടൽ 4 ബോണ്ടിങ് ഓർബിറ്റൽസ് മതി അല്ലേ? ഇനി ഈ T2 ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് 2 ടൈപ്പ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഏതാണ്? സ്ലൈറ്റ്ലി ആന്റി ബോണ്ടിങ് നേച്ചറും ഒന്നെന്താണ് ഹൈ ആന്റി ബോണ്ടിങ് നേച്ചറിലുള്ള 2 ടൈപ്പ് T2* ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഈ ഓർബിറ്റൽസ് നോൺ ബോണ്ടിങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ് A1Gയുടെ ആന്റി ബോണ്ടിങ് ഉണ്ട്. ഇനി നമ്മളൊരു കേസ് എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഇപ്പം ബോണ്ടിങ്ങിന് ഏർപ്പെടുക? ഇപ്പം ഇവിടുന്ന് വരുമ്പോൾ എത്രയാണ്? ഇപ്പൊ ഒരു എന്താണ് എക്സാമ്പിൾ പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ D7 COCl4 2- എടുക്കാം. ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? 2 സ്റ്റേറ്റ് ആണ്. അതായത് D7 ആണ് ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ നമ്പർ. അപ്പം 7 മെറ്റൽ ഇലക്ട്രോൺസും Cl4 4 8 എന്താണ് നമ്മളുടെ ലിഗാൻഡ് ഇലക്ട്രോൺസും ഉണ്ട്. മൊത്തം എത്ര വന്നു? 15 ഇലക്ട്രോൺസ് വന്നു. ഇതിനപ്പം നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? നമ്മൾ പഠിച്ചു എല്ലാ എന്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എല്ലാ +2 ഓക്സിജൻ സ്റ്റേറ്റുകളും എന്താണ് ഹൈ സ്പിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഹൈ സ്പിൻ ആയിട്ട് നിൽക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ ഇയും T2* ഇവിടുത്തെ ഡിഫറൻസ് എങ്ങനെയാണ്? T2* സ്ലൈറ്റ്ലി ആന്റി ബോണ്ടിങ് ആയിട്ടുള്ള T2ഉം ഇയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ΔT എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും ഇതുപോലെ തന്നെ എന്താണ് എനർജി ഡിഫറൻസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഇവര് ഹൈ സ്പിൻ ആയിട്ട് നിൽക്കും. അങ്ങനെ നമുക്ക് ഈ കോമ്പൗണ്ട് എന്താണ് പാരാമാഗ്നറ്റിക് നേച്ചർ ആണെന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒക്ടാഹെഡ്രലിന്റെ കേസ് ആണെങ്കിലും ടെട്രാഹെഡ്രലിന്റെ കേസ് ആണെങ്കിലും എന്താണ് സിഗ്മ ബോണ്ടിങ്ങിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി പൈ ബോണ്ടിങ് നടക്കും. ഇപ്പൊ MOTയിൽ നമുക്ക് പൈ ബോണ്ടിങ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അതായത് ചില ലിഗാൻഡ്സ് എന്താണ് പൈ ബോണ്ടിങ് ഇന്ററാക്ഷനും ഏബിൾ ആയവരാണ്. നമുക്കറിയാം എന്താണ് CO അല്ലെങ്കിൽ CN അങ്ങനെയുള്ള ലിഗാൻഡ്സ് ഒക്കെ എന്താണ് അവർക്ക് പൈ ബോണ്ടിങ് ഇന്ററാക്ഷനും ഉണ്ട്. അപ്പോൾ അവർ മെറ്റലിന്റെ ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ചെയ്ത് ബാക്ക് ബോണ്ടിങ്ങിലൂടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു പൈ ബോണ്ടിങ് ഇന്ററാക്ഷനും അവിടെ വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഈ 4 ടൈപ്പ് പൈ ബോണ്ടിങ് ആണ് വരുന്നത്. ഒന്ന് എന്താണ് P-π D-π. നമുക്കറിയാം D-π എന്തിന്റെയാണ്? മെറ്റലിന്റെയാണ് നമ്മൾ D-π എന്ന് ഊഹിക്കുന്നത്. അപ്പം P-π ലിഗാൻഡിന്റെ P-πയും മെറ്റൽ D-πയും ആ രീതിയിലുള്ള ഒരു P-π D-π ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ D-π D-π. മൂന്നാണ് D-π π
പൈ സ്റ്റാർ ഓർബിറ്റൽ ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഡി പൈ സിഗ്മ സ്റ്റാർ. ഇങ്ങനെ 4 രീതിയിലാണ് പൈ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. നിങ്ങളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏത് ടൈപ്പ് ബോണ്ടിങ് ആണ് ചോദിക്കും. ഇപ്പം പി പൈ ആണോ, പി പൈ ഡി പൈ ആണോ, ഡി പൈ ആണോ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പി പൈ ഡി പൈ, എന്താണ് ഡി പൈ, എന്താണ് ഡി പൈ പൈ സ്റ്റാർ, എന്താണ് ഡി പൈ സിഗ്മ സ്റ്റാർ എന്ന് മാത്രമേ അറിയാം. എൻ്റെ എക്സാമ്പിൾസും അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ ടേബിളും ഇത് ഹ്യൂഹിയിലെ ഒരു ടേബിൾ തന്നെയാണ്. ഈ ടേബിൾ നല്ലപോലെ നോക്കാം, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ഈ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഒരുപാട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവത്തില്ല പ്രോബ്ലംസ്. ഈ ഒരു ടേബിൾ തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈപ്പ് ആണ് പി പൈ ഡി പൈ ടൈപ്പ്. ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഫിൽഡ് പി ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡ് ടു എം ഡി ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ. നമ്മൾ പറഞ്ഞു എന്താണ് ബാക്ക് ബോണ്ടിങ് നടക്കണമെങ്കിൽ എന്തുണ്ടാവണം, മെറ്റലിന് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവണം അല്ലെ. മെറ്റലിന്റെ വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഓർബിറ്റൽസിലേക്ക് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ നോക്കൂ, ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഫിൽഡ് പി ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡ് ടു എം ഡി ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ. മെറ്റലിന്റെ എം ഡി ഡി ഓർബിറ്റൽസിലേക്ക് എന്താണ് ഫിൽഡ് പി ഓർബിറ്റൽസ് നിന്ന് ഒരു ഷിഫ്റ്റ് വരും. അതിന് എക്സാമ്പിൾ ആണ് RO മൈനസ്, RS മൈനസ്, O2 മൈനസ്, F മൈനസ്, Cl മൈനസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ, Br മൈനസ്, I മൈനസ്, R2N മൈനസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, പി പൈ ഡി പൈ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. പി പൈ ഡി പൈ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തേത് ഡി പൈ എപ്പോഴാണ് നടക്കുന്നത്. അപ്പം പൈ ബോണ്ട് നിങ്ങൾ ഓർക്കണം ഏതാണ്. ഇപ്പം മെറ്റൽ ഒരു ലിഗാൻഡ് നിങ്ങൾക്ക് തന്നിരിക്കട്ടെ, ഇവിടെ ഏത് ഓർബിറ്റൽസ് ആ ഉള്ളതെന്ന് ഓർക്കുക. അപ്പം Br ആണെങ്കിൽ നമുക്ക് പറയാം P ആണുള്ളത് അല്ലേ. I ആണെങ്കിൽ എന്താണ് P ആണ്. ഇവിടെ N ആണ് ഇവിടെ ബോണ്ടിങ് ഏർപ്പെടുന്നത്. അപ്പം N-നും എന്താണ് P ഓർബിറ്റൽ ആണുള്ളത്. ക്ലോറിനും P ഓർബിറ്റലാണ്, F-നും P ഓർബിറ്റലാണ്, ഓക്സിജനും എന്താണ് P ഓർബിറ്റലാണ്, സൾഫറിനും P ആണ്. ഇതെല്ലാം എന്താണ് P. അപ്പം ഇവിടെ ഒരു പി പൈ ബോണ്ടിങ് ഇവിടെ ഉണ്ടാകത്തുള്ളൂ. മെറ്റലിന് എന്താണ് ട്രാൻസിഷൻ മെറ്റൽ ആയിട്ട് അവർക്ക് എന്താണ് ഡി പൈ ആണ്. അപ്പൊ ആ രീതി നമുക്ക് ബോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ആ പൈ ബോണ്ടിങ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ കേസ് നോക്കൂ, ഡി പൈ ബോണ്ടിങ് ആണ് ഇവിടെ പറഞ്ഞത്. അതായത് ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ ടു എം ഡി ഡി ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡ്. ഇവിടെ നിങ്ങൾ നോക്കേ, ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം പി ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡ് ടു എം ഡി ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ ആയിരുന്നു എന്താണ് പി പൈ ഡി പൈ വന്നേക്കുന്നത്. പി പൈയിൽ നിന്ന് ഡി പൈയിലേക്ക് കൊടുത്തു. രണ്ടാമത്തെ സെറ്റ് പൈ ബോണ്ടിങ് ആണ് എന്ത്, ഡി പൈ ബോണ്ടിങ്. ആ ഡി പൈ ബോണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കൂ. ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റലിൽ നിന്ന് എം ഡി ഡി ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡിലേക്കാണ് ഇവിടെ പോകുന്നത്. ഇപ്പൊ നോക്കാം, താഴേക്ക് വരുന്ന ഗ്രൂപ്പിലുള്ളതാണ് ഇവിടെ ഫോസ്ഫറസ്, ആഴ്സനിക്, സൾഫർ. ഇവർക്ക് എന്തുണ്ട്, ഇവർക്ക് എം ഡി ഡി ഓർബിറ്റൽസ്. ഇവിടെ പിയിലാണ് ഫില്ലിംഗ് നടക്കുന്നത് അല്ലേ. പിയിലാണ് ഇവരുടെ ഫില്ലിംഗ് നടക്കുന്നത്. അവർക്ക് എം ഡി ആയിട്ട് എന്തുണ്ട്, നെക്സ്റ്റ് ഡി ഓർബിറ്റൽ ഉണ്ട് അല്ലേ. ഓക്സിജൻ സൾഫർ വരുമ്പോ എന്താണ് 3p ഉണ്ട്, അവിടെ 3d ഓർബിറ്റൽ ഉണ്ട് അല്ലേ. 3d ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ എം ഡി ഡി ഓർബിറ്റലിലേക്കാണ് ഇവിടെ ഫിൽഡ് നടക്കുന്നത്. അപ്പം മെറ്റലിന്റെ ഫിൽഡ് ഓർബിറ്റലിൽ നിന്ന് ലിഗാൻഡിന്റെ എന്താണ് എം ഡി ഡി ഓർബിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അതെന്താണ് ഡി പൈ ടൈപ്പ് ആണ്. ഇനി ഡി പൈ സ്റ്റാർ, ഇവിടെ എന്താണ് ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റലിൽ നിന്ന് എം ഡി പൈ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡിലേക്ക് പോകണം. നമ്മൾ സി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ ആ രീതി പഠിച്ചിട്ടില്ലേ, സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2. അതിൽ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പൈ സ്റ്റാർ ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോണിന്റെ ഡൊണേഷൻ. ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്ന് എം ഡി പൈ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിലേക്കാണ് ഇലക്ട്രോൺ ഷിഫ്റ്റ് എങ്കിൽ അത്തരമാണ് എന്ത് ഡി പൈ സ്റ്റാർ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എക്സാമ്പിൾസ് നോക്കുമ്പോൾ എന്താണ് CO, RNC, പീരിഡിൻ, CN മൈനസ്, NO2 മൈനസ്, എത്തിലീൻ. ഇതൊക്കെ എന്താണ് പൈ സ്റ്റാർ ഓർബിറ്റലിലേക്കാണ് ഷിഫ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഇവരെന്താണ് ഡി പൈ സ്റ്റാർ ടൈപ്പ് ബോണ്ടിങ് ആണ്. ഇനി ഡി പൈ സിഗ്മ സ്റ്റാർ ടൈപ്പ്, അതെപ്പം നടക്കും, ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ ടു എം ഡി പൈ സ്റ്റാർ ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡ്. പൈ സ്റ്റാർ ഓർബിറ്റൽ ഓഫ് ലിഗാൻഡിലേക്കാണ് നടക്കുന്നതെങ്കിൽ എന്താണ്
അതെന്തായിരിക്കും? ഡി പൈ സിഗ്മ സ്റ്റാർ ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് നമ്മൾ പറയുന്നത് സിഗ്മ ബോണ്ടിങ്ങും പൈ ബോണ്ടിങ്ങും പറയുന്നത്. ഇത് നിങ്ങളോട് ചോദിക്കും ഈ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്, ഇപ്പോൾ എൻഡ് തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്, ഏത് ടൈപ്പ് ഓഫ് പൈ ബോണ്ടിങ് ആണ്. അപ്പം ഡി പൈ പൈ സ്റ്റാർ, അല്ലെങ്കിൽ ഇപ്പം ചോദിക്കുക എന്താണ് ഐ മൈനസ് ആയിട്ട് ഏത് ടൈപ്പാണ്, അപ്പം പി പൈ ഡി പൈ, അത് അറിഞ്ഞിരിക്കണം, ഏത് ടൈപ്പ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് എക്സാമ്പിൾ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെന്താണ് നമ്മളുടെ എന്തുകൊണ്ട് എംഒ തിയറി വെച്ചിട്ട് അത് എന്താണ് പാരാമാഗ്നറ്റിക് ആയി. അപ്പം നമുക്ക് പറയാം അവിടെ കുറേ ഒരു ഓപ്ഷൻസ് തരും, എ ഓപ്ഷൻസ് ബി ഓപ്ഷൻസ് അങ്ങനെ തരും. അതിലെന്തായിരിക്കും ഇ ജി സ്റ്റാറിലൊക്കെ എന്താണ് ഒക്ടാഹെഡ്രൽ കേസ് ആണ്. ഇ ജി സ്റ്റാറിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് പാരാമാഗ്നറ്റിക് ആവുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരുന്നത് എന്തായിരിക്കും പെയറിംഗ് എനർജിയുടെ കേസ് വെച്ച് തരാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ തിയറി ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് പോർഷൻ ആണ്, ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് പോർഷൻ ആണ്. അത്രയും നമ്മൾ അങ്ങോട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കോംപ്ലക്സിന്റെ കേസ് വരുമ്പം ജസ്റ്റ് എംഒ തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് മാത്രം അറിഞ്ഞിരിക്കുക. നല്ലപോലെ വായിക്കുക. കൂടുതൽ പറ്റുമെങ്കിൽ ഹ്യൂഹി ടെക്സ്റ്റ് വായിക്കുക. താങ്ക് യു.